welcome back to another video of Abhi Gaming Studios. So നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ഇൻട്രോ വാവ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫിക്സിങ് ഷോപ്പ് പോലെ. എല്ലായിടത്തും പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വണ്ടിക്ക് പ്രശ്നം പറ്റിയാൽ നമുക്ക് എയറിലോട്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇത് വേണമല്ലോ, അതുകൊണ്ട് ഹെലികോപ്റ്റർ എടുത്ത്. പിന്നെ ടാങ്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കുറിച്ച് തുടങ്ങി. പിന്നെ ടോട്ടറൊക്കെ എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റിയില്ല, അതുകൊണ്ട് പുറത്തിട്ടേക്കുക. ഇതെൻ്റെ പേഴ്സണൽ വണ്ടി പോലെയാണ് ഗൈസ്. സോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓ ഗൈസ്, ഇപ്പം തന്നെ ഒരു ഫോൺ വരുന്നേക്കണ്. എന്തായാലും കോൾ ചെയ്തിട്ട് എന്തായാലും തിരിച്ചു വിളിക്കട്ടെ. 1 സെക്കൻഡ്. ഹലോ ഗൈസ്, ഒരു ഓറഞ്ച് കെഗനൈസ് അവർ സ്റ്റണ്ട് ചെയ്യാനെന്തോ നോക്കിയതാണ്, പൊട്ടിയിരിക്കുകയാണെന്നാണ് പറയണത്. സോ കെഗനൈസാണ്, എവിടെയാണെന്ന് പറഞ്ഞില്ല. എന്തായാലും നമുക്കിത് എടുക്കാം. അപ്പോൾ ടോട്ടറൊക്കെ എടുക്കാമല്ലേ, എടുക്കാം. ഒരു റാമിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കണം ഗൈസ്, നമ്മുടെ ആ സ്റ്റണ്ട് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. ഈ വണ്ടി ഭയങ്കര സ്ലോ ആണ് കേട്ടോ. സ്ലോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ പുറകിലുള്ള ട്രെയിലർ കാരണം കൺട്രോളിങ് ഭയങ്കര പാടാണ്. സോ ഐ ഡോണ്ട് പ്രിഫർ. പോവാലോ, ഇടിക്കാലോ. ഓ ആ ചേച്ചി ഭയങ്കര ലക്കിയാണ്. ഇപ്പം ഇടിച്ചാലേ ഗൈസ്, നമുക്ക് നോക്കണം ഇവിടെ എവിടെയാണ്. ഇതൊന്നും ഇങ്ങനെ കറങ്ങണം ഇപ്പം ഗൈസ്. എൻ്റെ അടുത്ത് വയ്ക്കരുത്. ഇപ്പം ഗൈസ് ദേരിക്കണ ഇതാണ് നീ നോക്കാം. ആ ഓറഞ്ച് കെഗനൈസ് തന്നെയാണ്. ദൈവമേ, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. നോക്കാം 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 നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ. അബാൻഡൻ ചെയ്തിട്ട് പോയെന്നാ പറഞ്ഞ്. ഇത് തന്നെ പുകയൊക്കെ വരുന്നുണ്ട്. ഓണാണല്ലോ എൻജിൻ. ഗൈസ് എൻജിൻ ഓണാണ് കണ്ട ഗൈസ്. ഇത് നല്ല കണ്ടീഷനായിരിക്കണല്ലോ. ഞാൻ നേരെ വിളിച്ചു ചോദിക്കട്ടെ ഗൈസ്, ഒരു സെക്കൻഡ്. ഗൈസ് അവർ പറയണത് മറ്റേ എന്താ ഈ കെഗനൈസ് അവർ ഇത് ഇട്ടിട്ട് പോയതാണ് സ്റ്റണ്ട് ചെയ്തുകൊണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ഫിക്സ് ആക്കി തരാം പൈസ തരാമെന്ന് വെച്ച്. അപ്പം ഞാൻ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ വി വിൽ ഗെറ്റ് 2 lakh ബിക്കോസ് ദിസ് ഇസ് എ കെഗനൈസ് ഗൈസ്. അപ്പം ഇതെങ്ങനെ ടോട്ട് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. ആദ്യം ഇത് അനങ്ങോ നോക്കണം. ലെസ്കോ അനങ്ങോ ഇതാദ്യം. പൊട്ടിത്തെറിക്കല്ലേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കമോൺ 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 കമോൺ. അനങ്ങുന്നുണ്ട്. ഇതിന് രക്ഷയില്ല ഗൈസ്. എന്തായാലും ഫിക്സ് ആക്കിയേ പറ്റും. ടോട്ടറൊക്കെ വെച്ചിട്ട് എടുത്താലേ പറ്റും. അയ്യോ, നമുക്ക് നോക്കട്ടെ. ഇടിച്ച് പുറത്തോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് കുറേ നേരം ട്രൈ ചെയ്ത് നോക്കിയാലോ. കമോൺ. ഗൈസ്, ഇത് ഒന്നെങ്ങാനും പുറത്തോട്ടൊന്നും തോന്നില്ല. സ്റ്റക്കായിരിക്കണ്. ആളെങ്ങനെ രക്ഷപ്പെടുന്നറിയില്ല. ഇത് വെച്ചിട്ട് ഇടിച്ചു നോക്കാം. ടോട്ടറൊക്കെ വെച്ചിട്ട് ട്രക്ക് ഇത് ട്രെയിലറാണ്, പക്ഷെ ഞാൻ ടോട്ടറൊക്കെ ഒന്ന് വിളിക്കാം. അയ്യോ, എൻ്റെ വണ്ടി ഞാൻ അടിക്കണേ. എങ്ങനെ ഇരിക്കണേ ഗൈസ്? ആ എഡ്ജിലിങ്ങനെ ഇരിക്കുക. അത് ഇടിക്കാനും പറ്റൂലേ? ഇടിക്കാനും പറ്റാത്ത രീതിയിൽ വെച്ചേക്കുക. ഇടിക്കാൻ പറ്റും. ഇടിക്കാനൊക്കെ പറ്റും നമുക്ക്. നമ്മുടെ വണ്ടി ഇടിച്ചാൽ പിന്നെ എന്തായാലും ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല ഗൈസ്. അനങ്ങുന്നുണ്ട്, നമുക്ക് നോക്കാം. അടിക്കാം. ഇനി അനങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഈ ഇതെടുക്കും. കുട്ടെന്ന് പറയും ഗൈസ്. ഇല്ലെങ്കിൽ നമ്മുടെ JCB എടുത്തുകൊണ്ട് വരേണ്ടി വരും. അത് വെച്ചേ വഴി ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കുഞ്ഞു സ്ഥലം കൂടെ ഉള്ളൂ. ഒന്നും കൂടെ അടിച്ചു നോക്കാം. ഇപ്പം ഇതിൽ കയറണം കൺഫ്യൂഷനാണ് ഗൈസ്. പിന്നെ ഇതിൽ കാരണം ലെറ്റ്സ് ഗോ. കം ഓൺ, ഐ ബീൻ ഡൂയിങ് ദിസ് ഫോർ എ ലോങ് ടൈം. കുറച്ച് റിവേഴ്സ് ഒന്ന് പവറിലടിച്ചാലോ.
ഇത് കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ട്. ഒന്നും പറ്റണെന്ന് തോന്നുന്നു, ഒന്നും പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. ഗൈസ് എന്താ സംഭവിച്ചിട്ടുണ്ട്? കിടന്ന് കുലുങ്ങുന്നുണ്ട്. മിക്കാറും എന്നെ JCB തന്നെ വേണ്ടി വരും. കയറി വെക്കാം. കമോൺ. ഇതാ ഞങ്ങളില്ല ഗൈസ്. ഞാനേ JCB എടുത്തോണ്ട് വരാം, എന്നിട്ട് കാണാം. ഗൈസ് നമ്മുടെ JCB റെസ്ക്യൂ വരുന്നോണ്ടിരിക്കാണ്. ടോട്രക്ക് എവിടെ? ആഹാ ശുഭം. കമോൺ. നമ്മുടെ കെഗനൈസും പോയോ? അവിടെ തന്നെ ഗൈസ്. ലെറ്റ്സ് ഗോ. അയ്യോ, ഞാൻ വിചാരിച്ചു JCB കുടുങ്ങിയെന്ന്. ഞാനെല്ലാം പോച്ച് എന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ സ്കൂപ്പറിൻ്റെ ബട്ടൺ ചെയ്താ ഇത്. ഓക്കെ, എല്ലാം എനിക്ക് അറിയാം ഗൈസ്, ഡെഫിനറ്റ്ലി. നമ്മൾ മുകളിലോട്ടാക്കുക, താഴോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇനി നമ്മൾ അപ്പുറത്തുനിന്ന് പോകേണ്ടി വരും ഗൈസ് മിക്കവാറും. മിഷൻ എന്താന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഈ സാധനത്തിന് ഇതിൻ്റെ പുറകിൽ നിന്ന് എടുക്കണം. അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. അത് ഇവിടെ നടപ്പിലാക്കണം. പക്ഷെ അതാണ് ഇതും പാടും. ഓക്കെ, ഹുക്കായി മുകളിലോട്ടാക്കണം. മുകളിലോട്ടാക്കി താഴോട്ടാക്കുക, വീണ്ടും ഹുക്കാക്കണം. ഹുക്കായി മുകളിലോട്ടാക്കുക, താഴോട്ടാക്കുക. കേസ് ലൂസായി എന്നാ തോന്നണം കേസ്. ഇറങ്ങി നോക്കാം ഗൈസ്. പിന്നെ എൻ്റെ ആ വർക്കിംഗ് മെഷീൻ ഒന്നും വർക്കാവണില്ല, വണ്ടി ഒന്നും നിൽക്കണില്ല അവിടെ. സോ എൻ്റെ ഫോണിൽ തന്നെ എല്ലാത്തിൻ്റെയും കയറ്റി ഞാൻ. അപ്പോൾ നമ്പർ അടിച്ചാൽ സാധനം വരും ഗൈസ്. യെസ്, ഇനി നേരെ അവിടെ ഈ JCB ഇട്ടേന് പോകാനും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് തിരിച്ച് സ്പോൺ ചെയ്യാൻ പറ്റും എൻ്റെ ഫോണിൽ കൂടെ. അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ കഗനൈസിന് ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് ഓടുന്നുണ്ട്. കഗനൈസൊക്കെ ഇതാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഹൈ 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 ഹൈ. മെക്കാനിക് ഷോപ്പ്. ഐ ഓ 360 ഡ്രിഫ്റ്റ് അല്ല പിന്നെ ഗൈസ്. ഓ എൻ്റെ ഇതൊക്കെ ഇവിടെ ഗൈസ്. എൻ്റെ ടാങ്കും മിസ്സിങ്ങായി, അത് മിസ്സിങ്ങായി. അപ്പോൾ സ്പോൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇത് ഫിക്സിൻ്റെ ഒരു ഏരിയ പോലെ. നമുക്ക് എന്തായാലും ഫിക്സ് ആയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ കസ്റ്റമർ പുറകിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത് ഗൈസ്. അവരുടെ വൈഫാണോ അനിയത്തിയാണോ എന്നറിയില്ല, ആരോ വന്നിട്ടുണ്ട് അവിടെ. അയ്യോ പ്ലേറ്റ്, ഹെലികോപ്റ്ററിൻ്റെ പ്ലേറ്റും കൂടിയാണ് മോനെ. അതിനെങ്ങാനും കൊണ്ടാ കെഗനൈസും തീരും, ഹെലികോപ്റ്ററും തീരും. ഓക്കെ, ആറേടാ ഇത്. ഓ ഈ ചേച്ചിയുടെയാണോ? മുന്നിൽ തന്നെ നിർത്താം. ചേച്ചി ആ ഇത് നിങ്ങളുടെ കാറല്ലേ? ആ അതെ ഫിക്സ് ചെയ്യാൻ കൊടുത്തല്ലേ? ആ അതെ അത് തന്നെയാണ്. ആ ഇത് തന്നെയാണ്. താങ്ക് യു. അതെ, പിന്നെ പേയ്മെൻറ്റ് എപ്പോഴാ? ഞാൻ GPay ചെയ്യാം. 2 ലക്ഷം രൂപയെ? ആ ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പൈസ കിട്ടിയാൽ മതി എനിക്ക്. ഓക്കെ. അല്ല പിന്നെ ആ കാർ എടുത്തോണ്ട് നോക്കോ. ആ താങ്ക് യു. അപ്പം എന്തായാലും ആ ചേട്ടനെ വിളിച്ച് പറയണം നമ്മുടെ സംഭവം ചെയ്യുന്നുണ്ട്. വീട്ടേക്ക്. ഹലോ ചേട്ടന് ഓക്കെ ഒക്കെ പറഞ്ഞെല്ലാം സെറ്റ് ഗൈസ്. നമുക്കിപ്പോൾ വേറൊരു കോള് കിട്ടി. അത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. ഏതോ ഒരു ഹെലികോപ്റ്ററിൽ പോയിട്ടൊരു റോൾസ് റോയ്സ് താഴോട്ടിട്ട്. അപ്പോൾ ഏതോ ബിൽഡിങ്ങിലാണ് പോയി വാങ്ങണത്. എന്തോ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് അല്ല, താഴെ ഇടാൻ നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും നോക്കാൻ. നേരെ ബിൽഡിങ്ങിലോട്ട് വന്ന് വീണ്. അതുകൊണ്ട് പൊട്ടിത്തെറിക്കാതെ പുക വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാണ് ഗൈസ്. കുറേ നേരം ഈ ബിൽഡിങ്ങിന് മുകളിലൊന്നും കാണുന്നില്ല. അത് റോൾസ് റോയ്സ് ആണേ. എന്തായാലും നമുക്ക് 1 കോടി രൂപ കിട്ടും. സോ ഡോണ്ട് വറി. എവിടെ
ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. ഇനി ഇങ്ങനെ നമ്മളവരെ പറ്റിച്ചാണോ അവർ നമ്മളെ പറ്റിച്ചാണോ? ഇവിടെ എങ്ങും ഇല്ലല്ലോ. അയ്യോ, അടിക്കില്ലേ. പൊക്കം. സ്ട്രേറ്റ്. ഞാൻ വീണോണ്ടിരിക്കണ്ട. എൻ്റെ ഹെലികോപ്റ്റർ എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സത്യമായിട്ടും എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ഗൈസ്, കണ്ടുപിടിച്ച് ഞാൻ കുറേ നേരം ഞാൻ അങ്ങോട്ട് നോക്കണേ. ദാസിൻ്റെ മുകളിലുള്ള വീടായിരുന്നു. ദാസിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു സ്നോ. എന്താ സൗണ്ടൊക്കെ ഗൈസ്? അയാൾ പറഞ്ഞതാ ഇങ്ങനത്തെ കുഞ്ഞു ബിൽഡിംഗ് ആണ്. പക്ഷെ ഞാൻ ബിൽഡിങ്ങിന് നോക്കണേ ഗൈസ്. എങ്ങനെ ലാൻഡ് ചെയ്ത് ഗൈസ്? പുക വരണു. ആഹാ, സൂപ്പർ. ഇതെങ്ങനെ ഞാനിനി ലാൻഡ് ചെയ്യുക ഗൈസ്? ഞാൻ സത്യം പറയാ, എനിക്ക് ലാൻഡ് ചെയ്യാൻ അത്ര ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് ലൈസൻസ് ഇല്ല. എങ്ങനെ ഇരിക്കണ്? ഇറങ്ങി. ഓക്കെ, ഇനി നമ്മൾ ഇതോടുന്നുണ്ടോ ഇന്ന് നോക്കണം. ഇതിൻ്റെ ലുക്കൊക്കെ കാണാൻ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഫിക്സ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ആക്ഷനുകളൊക്കെ എൻ്റെ ഇതിലുണ്ട്. കാരണം അത്ര ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. അത്ര ഹൈറ്റിൽ നിന്ന് ഇട്ടിട്ട് കുറച്ചൊക്കെ പറ്റിയിട്ടുള്ളൂ. കുറച്ചൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. നമുക്ക് താഴെ ഇട്ടാക്കാം, കാരണം ഇത് ഓടും. സ്റ്റാർട്ടാവാൻ നോക്കണം ഗൈസ് ആദ്യം തന്നെ. റെഡി, 1 2 3. കേൾക്കാനേസിൻ്റെ സെയിം സാധനം. കമാൺ. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്, പക്ഷെ കൂടുതൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് തട്ടിയിടാം. ഇങ്ങനെ നമ്മുടെ JCB 3000 വെച്ചിട്ട് നമ്മുടെ JCB സ്പോൺ ചെയ്യാം. വിത്ത് മൈ മാജിക് ഫോൺ ഓഫ് കോഴ്സ്. ഇനി നമ്മൾ JCB കയറാനുള്ള ബട്ടനോടെ മുകളിൽ വരും. ഓക്കെ അളിയ, ഈ റോൾസ് റോയ്സ് ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിപ്പോൾ ഇത് മറിച്ചിടാൻ പോവാം. ഞാൻ മറന്നു വീഴരുത്, അതേ ഉള്ളൂ പ്രശ്നം. ഇത്രയും ഡയലോഗൊക്കെ അടിച്ചിട്ട് അവസാനം ഞാനായിരിക്കും മറിഞ്ഞ് വീഴണത്. അയ്യോ, മറിച്ചിടല്ലേ. നമുക്ക് താഴെ ഇടാനാണ്, മറിച്ചിടാനല്ലേ വേണ്ടേ. Our mission is to take this bad boy out of here. ഓക്കെ, ഇവിടെ അയ്യോ ഓവർ സ്പീഡ്. നമ്മൾ ടാറ്റാ ഗൈസ്, അത് പോയി. നമ്മൾ വേഗം ഹെലികോപ്റ്റർ എടുക്കണം ഗൈസ്. അത് പതിയെ താഴോട്ട് വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കണം. അവിടെ ഇവിടെ അടിച്ചിട്ടായിരിക്കും വീഴണത്. ലെറ്റ്സ് ഗോ, കമാൺ. എനിക്ക് തോന്നുന്നത് നമ്മുടെ JCB ഇറക്കാം. എല്ലാ എയറിനുള്ളത് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ JCB ഇറക്കാം. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ഉന്തി അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. ലെറ്റ്സ് ഗോ. എവിടെ വണ്ടി? ദാസൻ്റെ അവിടെ വീണേക്കുന്നു. ദാസനെ അവിടെ വീട്ടിലില്ലേ? ദാസൻ വീട്ടിലില്ലാത്ത എന്നെ നല്ലത്. അയ്യോ പോയി. എനിക്ക് തോന്നേ ഞാൻ അവിടെ നിന്ന് കുറച്ച് സപ്ലൈ എടുത്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഹമ്മറിൽ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് ഇനി ഫിക്സ് ആക്കാൻ തുടങ്ങാം ഗൈസ്. കാരണം ഇതിനി അങ്ങോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ചിലവായിരിക്കും. ഇവിടെ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഗൈസ് ദാസൻ്റെ വീട്ടിൽ ഇരുന്ന് ഞാൻ ഫിക്സ് ആക്കണം. ഒരു ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ആ മനസ്സിന്. ഗൈസ് ഇതെന്താ, ഇതൊക്കെ നല്ല മോഡേൺ സീറ്റാണ് ഗൈസ്. ഞാൻ ഇടിക്കണ്. ലെറ്റ്സ് ഗോ. ഇതെന്തൊക്കെ പറ്റിയേക്കണേ. ഈ വയറ് മുറിഞ്ഞിരിക്കുക, വെറുതെ അല്ല ബ്രേക്ക് ഗൈസ്. വീണപ്പോൾ കുറേ ഡാമേജ് പറ്റിയിട്ടാ അകത്ത്. ടൂൾസ് ഒക്കെ എടുത്ത് ഫിക്സിങ് തുടങ്ങാം ഗൈസ്. ഫിക്സ് ആയിട്ട് കാണാം ഗൈസ്. നമ്മുടെ വണ്ടി ഫിക്സ് ചെയ്തു ഫൈനലി. ഓക്കെ, അത് കുറേ നേരം എടുത്തു ഗൈസ്. എന്തായാലും നമുക്കൊരു ലാസ്റ്റ് ഡെലിവറിയും കൂടി ചെയ്തിട്ട് ഞാൻ ഈ മിക്കവാറും അവസാനിപ്പിക്കും. ആകെ 2 ചെയ്തുള്ളൂ, പക്ഷെ കുറേ രൂപ കിട്ടുന്നുണ്ട്. സോ ലാസ്റ്റ് ഡെലിവറിയും കൂടി നടത്താം. ലെറ്റ്സ് ഗോ. Let's go.
ഗൈസ് ഇത് ആരുടെ അടുത്ത് കൊടുക്കാനൊന്നും പറയട്ടില്ല ഗൈസ്. ഞാൻ റെഡ് അവിടെ കൊണ്ടുപോയി വെക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പോകാം. ഗൈസ് എൻ്റെ ഫോൺ റിങ് അടിക്കുന്നു. ഇതാ ഞാൻ നോക്കാം. ഓക്കെ ഇതൊക്കെ ഇതെന്താണ് കട്ടയല്ല ഗൈസ്. ഒന്ന് തിരിച്ചു വിളിക്കട്ടെ ഗൈസ്. നമുക്ക് 2 ഓർഡർ വന്ന് ഗൈസ്. ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു എയ്റോപ്ലെയിൻ്റെ കേസാണ്. അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നോക്കാം. ഏതോ എയ്റോപ്ലെയിൻ അണ്ടർഗ്രൗണ്ടിൽ സ്റ്റക്കായി ആ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് എടുക്കണം. അതാണ് സംഭവം. അതത്രേ ഉള്ളൂ. അതിന് നമുക്കൊരു 1,00,000 രൂപ വരും. മറ്റേത് സീനാണ് കേസ്. നമുക്ക് ഈ റാമ്പിൻ്റെ മുകളിൽ അവിടെ ഇങ്ങനെ ഈ സ്റ്റണ്ട് ഏരിയ കണ്ടില്ലേ നിങ്ങൾ, അതിലവിടെ ഒരു സൂപ്പർ കാർ ഹൈപ്പർ കാർ നമുക്കന്ന് മോൺസണൊക്കെ ഇല്ലാത്തപ്പോൾ ഒരു സൂപ്പർ കാർ കിട്ടി. ആ കാർ സ്റ്റക്കായിരിക്കുകയാണ്. അത് നമ്മളെടുത്ത് താഴെ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കണം, ഫിക്സ് ആക്കിയിട്ട് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് എന്തായിരുന്നു, എയ്റോപ്ലെയിൻ്റെ ആയിരുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ ബീച്ച്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഈ ജോലിക്ക് JCB ആണ് ഓഫ് കോഴ്സ് സെലക്ട് ചെയ്തതിന്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് JCB വാട്ടർ പ്രൂഫ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ചത്തു. ഗൈസ് വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, എയർ ടൈറ്റാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സോ വി ഹാവ് ടു ഡു അവർ സ്റ്റഫ് ഫാസ്റ്റ്. എന്തിനാണ് നമ്മളിവിടെ വന്നത്? ഡോണ്ട് ആസ്ക് മീ. ഏതോ ഒരു മണകൊണാഞ്ചൻ എന്ന് പറയാൻ പാടില്ല, സോറി ഗൈസ്. they said there will be an aeroplane here. എക്സാക്റ്റ് ക്രാഷ് പോയിന്റ് എനിക്ക് തന്നു. അവിടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എം നോട്ട് ജോക്കിംഗ് ഗൈസ്. വാട്ട് ഗൈസ്, I realized that was a prank call. Oh my god, and ഇത്രയും ടൈം അത് വേസ്റ്റ് ചെയ്തു ഗൈസ്. ഇങ്ങനത്തെ പ്രാങ്കേഴ്സിനെയൊക്കെ ഞാനുണ്ടല്ലോ. അത് മാത്രമല്ല JCB ഇപ്പം മുങ്ങിയാൽ ഞാൻ ചാവാൻ പോയി. I'll show you a recap in 3. Wait guys, I'll show you, okay? 3, 2, 1. Guys, ഞാൻ ഗൈസ് എന്താ വെള്ളോ ഗൈസ്? ഇത് JCB വെള്ളം ലീക്കാണ്. നോ 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 ഗൈസ് ഗൈസ് നോ 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 നോ. JCBനെ ചതിച്ച്. JCB വാട്ടർ പ്രൂഫ് അല്ല. അയ്യോ അമ്മീ. സോ യാ ഗൈസ്, ഇനി അടുത്ത മിഷനെങ്കിലും സ്കാം ആവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എന്തായാലും നമ്മുടെ ഹെലികോപ്റ്റർ എടുക്കാം. ഇത് മാജിക് ഫോൺ ആയതുകൊണ്ട് വെള്ളം വാട്ടർ പ്രൂഫാണ് ഓഫ് കോഴ്സ്. അതുകൊണ്ട് അയ്യോ, എന്നാൽ ആ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കില്ല. പോവാം, ലെറ്റ്സ് ഗോ. എന്നാലും JCBനെ ചതിച്ച് കളഞ്ഞല്ലോ. ലെറ്റ്സ് ഗോ. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഐ തിങ്ക് ഐ ഫൗണ്ട് ദ നെക്സ്റ്റ് മിഷൻ. ഓ, അയാൾ എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓ മൈ ഗോഡ്, എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നതാണ് ഗൈസ്. കാരണം കണ്ടില്ല. കഴിഞ്ഞപ്പോഴാണ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന ഒരു കാറ് ഹാങ്ങിങ് ഓൺ ദ എഡ്ജ്. നമുക്ക് വണ്ടി കയറാം. എനിക്ക് തോന്നുന്നു ഞാനിത് അപ്പുറത്തൊന്നും തട്ടിയിട്ടാണ് വരുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഹെലികോപ്റ്ററിൻ്റെ വിങ്ങ് വെച്ചിട്ട് ഒറ്റൊരു തട്ട് മതി. കമോൺ, ഇസ് മൈ ഹെലികോപ്റ്റർ സ്റ്റക്കായ? നോ. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ഞാൻ വിചാരിച്ചു എല്ലാം പോയി എന്നുള്ളത് വിചാരിച്ചു. ബട്ട് ഡോണ്ട് വറി, ഡോണ്ട് വറി, ഡോണ്ട് വറി, വറി. Guys, an enthusiastic moment. Come on. ബ്ലേഡ് അകത്തു കൂടെ പോണ? ഇതെന്ത് വണ്ടി? ഇടിയാനും പറ്റൂലേ? ആഹാ, നന്നായി. പിന്നെ ഞാനെങ്ങനെ ഇത് ചെയ്യും? റേഡിയോ ചൂടാനൊന്നും പറ്റൂല എന്തായാലും. ഗൈസ്, ഇത് ടേക്ക് ഓഫ് ആവാൻ മാത്രം ഇത്രയും നേരം. നമ്മൾ ഹൈറ്റിലുള്ളതുകൊണ്ട് ടേക്ക് ഓഫ് ആവാൻ കുറേ നേരം എടുക്കും. അതുകൊണ്ട് എവിടെയും നിൽക്കാതെ നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദിസ്
ഇൻഫോർമേഷൻ. കമോൺ, ലോ ആവണം, ഹൈയോ ആവണം. അയ്യോ, ഇതൊരു 2-3 മണിക്കൂർ എടുക്കും. കേസ് നമ്മുടെ JCB അണ്ണനെ വിളിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം കൂടി നോക്കാല്ലേ. അടുത്തെത്തി. പോച്ചില്ല, മേ ബി പോച്ചില്ല. Come on, I'm so close. Just give me it. Come on. Yep, this is impossible. നമ്മുടെ JCB അണ്ണനെ വിളിക്കാൻ ടൈമായി. ഗൈസ്, ഇത് നേരെയും പോണില്ല, മുകളിലോട്ടും പോണില്ല, താഴോട്ടും പോണില്ല. എൻ്റെ ഹെലികോപ്റ്റർ ലാഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഓക്കെ. ഗ്ലിച്ചിൻ്റെ മാട്രിക്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ JCB അണ്ണനെ വിളിക്കാമോ? അയ്യോ, ദൈവമേ കാത്തോളേ. ഇസ് ദ അൾട്ടിമേറ്റ് വെപ്പൺ. ഹെലികോപ്റ്റർ വർക്കായിട്ടുണ്ടാവില്ല, ബട്ട് ഇത് വർക്കാവണം. ആയില്ലെങ്കിൽ ആയിക്കിട്ട്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടിയുടെ മുകളിലിരിക്കും. കാരണം ഇത് റിമോട്ട് കൺട്രോളാണ്. അല്ല, ഇത് വലിയ കാറാണ് ഗൈസ്. എങ്ങനെ റിമോട്ട് കൺട്രോൾ ആവും? കമോൺ അഭിഷേക്, യു ആർ നോട്ട് ദാറ്റ് സ്റ്റുപ്പിഡ്. കമോൺ, അടിക്കി. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാ. കമോൺ. ആഹാ, എൻ്റെ ജെറ്റ് പാക്ക് ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യാനാ ദൈവമേ. കമോൺ. ഓക്കെ, കറക്റ്റായി. ഞാൻ അവിടെ നിൽക്കുന്നു, കാർ എടുക്കുന്നു, നമ്മൾ ചാടുന്നു, ഫിക്സ് ചെയ്യുന്നു, റിപ്പയർമാന് കൊടുക്കുന്നു. റിപ്പയർമാൻ ഞാനാണ്. അപ്പോൾ ഫിക്സ് ചെയ്യാൻ ചോദിക്കുന്ന ആ അപ്പൂപ്പൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഗൈസ്, ഒരു അപ്പൂപ്പനാണ് ഇത് ഓർഡർ ചെയ്ത് പറഞ്ഞേക്കണത്. പറയാൻ പറഞ്ഞു. അതോ ഞാൻ പറഞ്ഞോ? ആവോ. വീഴരുത്, പോടാ, വീഴല്ലേ. ഗൈസ്, നമ്മുടെ ഈ 2ാമത്തെ ടൈമാണ് ഇങ്ങനത്തെ ഒരു കാറിൽ ഇരിക്കണത്. സോ പുറകോട്ടും പോവില്ല. ആഹാ, സ്വസ്ഥ ഭാരത്. എനിക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ. ഗൈസ്, അനങ്ങി. ഗൈസ്, അങ്ങനെ ചെയ്ത് നോക്കണം. അനങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബാക്ക്. കമോൺ ഗൈസ്, ഫ്രണ്ട് വീൽ പതിയെ അനങ്ങുന്നുണ്ട്. 0.0 mm/h. ഫ്രണ്ട് വയർ ഇവിടെ സ്റ്റക്കാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ. കുഴപ്പമില്ല, നമ്മള് താഴോട്ടാക്കിക്കളാം. കമോൺ. എനിക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. I did not thought I have to do this. I'm calling in the tank. Yep, ടാങ്ക് വെച്ച് ഞാൻ ആദ്യത്തെ പൊട്ടിച്ച് താഴോട്ടിടാം. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ടാങ്ക് വെച്ച് ആദ്യം നമ്മളിത് താഴോട്ടിടണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഫിക്സ് ആക്കണം. ടാങ്ക് വെച്ചിട്ടിട്ട് നമുക്ക് ഫിക്സ് ആക്കിയെടുക്കണം. അതാണ് നല്ലത്. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് ഓവർ ടൈം ഓൾറെഡി. Oh my god, ഈ ജെറ്റ് പാക്ക് ടേക്ക് ഓഫ് ആവടേ. ടേക്ക് ഓഫ് ആവടേ പ്ലീസ്. ടേക്ക് ഓഫ് ആവടേ. ഓക്കെ, ടേക്ക് ഓഫ് ആവാൻ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. വെയിറ്റ്, നമ്മളല്ലേ റോക്കറ്റ് ലോഞ്ചറുള്ളത്. എന്തിനാ ടാങ്കൊക്കെ സ്പോൺ ചെയ്ത് വേസ്റ്റ് ചെയ്യുന്ന ടൈം. ആഹാ, ഒരു പീസ് മാത്രം. ഇനി എന്തായാലും ഇത് ഫിക്സ് ചെയ്തിട്ട് കാണാം. ഗൈസ്, ഈ കാർ എടുക്കാൻ അയാളിപ്പോൾ വരും. പക്ഷേ അയാൾ ചോദിച്ച RGB ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ കസ്റ്റമൈസ് ചെയ്ത് നോക്കുക. സീനായിട്ടുണ്ട്. ഗൈസ്, ദ അൾട്രാ മോഡിഫിക്കേഷൻ ഷിങ്. അപ്പോൾ ഗൈസ്, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. അവർ പോലീസ് സ്റ്റേഷൻ വെച്ച് പറഞ്ഞിട്ടാണ്. സോ അവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഗൈസ്, ദിസ് ലുക്ക് സോ കൂൾ. ഗൈസ്, നമ്മുടെ മറ്റേതൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ശരിക്കും എത്ര രൂപയാണെന്നറിയോ? 50 മില്യൺ. ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഡൗട്ടാണെങ്കിലും കുഴപ്പമില്ല. ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ 1000 കാറുകൾ ഉണ്ടായിരുന്നതാണ് ഗൈസ്. സാറേ, ഞാനെടുത്ത് ഇവിടെ വെച്ചിട്ട് പോട്ടെ.
ആ നിങ്ങൾ ആള് പറഞ്ഞ മെക്കാനിക്കല്ലേ? ആ അതെ അതെ. ആ ഇവിടെ വെച്ചിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഇനിയും കൂടുതൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് വീഡിയോസ് വേണ്ടവർ കമൻറ്റ് ഡൗൺ ബിലോ, ഇല്ലെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി. സോ യാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം ആണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ടു അതും. സോ യാ, if you like this video, like, share and subscribe guys. This channel's name is Abhi Gaming, signing out. Bye.